ഷംസീർ, ഇനി പോളിന്റെ മിനിഞ്ഞാന്ന് കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിലേക്കാണോ MP പോകുന്നത്? തീർച്ചയായും ഇപ്പോൾ നേരെ രാഹുൽ ഗാന്ധി പുറപ്പെട്ടിരിക്കുന്നത് പോളിന്റെ വീട്ടിലേക്കാണ്. അത് പുൽപ്പള്ളി പാക്കം എന്ന സ്ഥലത്താണ് പോളിന്റെ വീടുള്ളത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി പോളിന്റെ പാക്കത്തെ വീട്ടിലേക്ക് എത്തുമെന്ന് ഇപ്പോൾ പ്രദേശവാസികളുടെ ഒരു പ്രതികരണം കൂടി. ഞങ്ങളുടെ നാട്ടിലെ പ്രശ്നം ഞങ്ങൾ പറയാൻ വേണ്ടി വന്നാ അത് കേൾക്കാൻ തയ്യാറില്ല, ഓടി വണ്ടി എടുത്ത് ഇറങ്ങുന്നു. ഇവിടുന്ന് അദ്ദേഹം പൊയ്ക്കോളാൻ പറഞ്ഞതാ. സംസാരിക്കാൻ ഞങ്ങൾ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ഞങ്ങളോട് സംസാരിക്കേണ്ടത്. അല്ലേ, ഞാൻ പറഞ്ഞേക്ക്, ഞങ്ങൾ കരഞ്ഞ് കാല് പിടിച്ചാണ് ഞങ്ങളോട് സംസാരിക്കേണ്ടത്. ആണോ? ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളോടല്ലേ ചോദിക്കണ്ടേ? നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നു, ഞാൻ എന്തൊക്കെ പരിഹാരങ്ങൾ? നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവർ വന്നിട്ട് ഉത്തരവാദിത്തമില്ലായ്മ 100%. ഞങ്ങളെ ഇവിടെ ഇത്രയും പേര് കൂടിപ്പോയി MP എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ വോട്ട് മേടിച്ച് ഇവിടുന്ന് പോയ ഒരാൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടത്? വേറെ ആരല്ല, അദ്ദേഹത്തിന് പോരായ്മയല്ല, അദ്ദേഹം ഇടപെടും. അതിന്റെ ഉള്ളൊന്നും കുട്ടി പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത് കേട്ടിട്ടുണ്ട്. പുറത്ത് വന്ന് ഇപ്പൊ കേട്ടു, നേരെ കേൾക്കാത്തത് ഉള്ളിലേക്ക് ഞങ്ങൾ കയറ്റിവിട്ടതാണ്. അല്ല, ഓക്കെ, സംഭവമൊക്കെ ഞാൻ പറയുന്നത് ഇവിടേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോ, ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ കൊണ്ടുവരുമ്പോ കൂടെ വരുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാര് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ അവിടെ കൺവീനിയന്റ്. പിന്നെ അതെ, ഡാറ്റാ ബേസിലേക്ക് സാധനം പോയിട്ടില്ല. അദ്ദേഹത്തിന് അറിയില്ല ക്ലിയർ ആയിട്ട്. ഇത്രയും ഈ 2-3 ഇൻസിഡന്റ് ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വയനാട്ടിൽ വന്നത്. അദ്ദേഹത്തിന് ആ ഇൻസിഡന്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. തീർച്ചയായും അമൃത, പ്രദേശവാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വയനാട് ജില്ലയിലെ യഥാർത്ഥ അവസ്ഥ എന്താണ്, അതിന്റെ ഒരു ഭീകര അവസ്ഥ എന്താണ് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയെ ബോധ്യം സാധാരണക്കാർ എന്ന നിലയ്ക്ക് തങ്ങൾക്ക് സാധിച്ചില്ല. എന്താണ് ഷംസി നാട്ടുകാർ ഈ രീതിയിൽ പ്രതിഷേധിക്കാൻ കാരണമായത്? അവർ രാഹുൽ MPയോട് സംസാരിക്കാൻ പോയപ്പോൾ അനുവദിച്ചില്ല, അതുകൊണ്ടാണോ ഇങ്ങനെയൊരു പ്രതിഷേധം? അതായത് രാഹുൽ ഗാന്ധി തിരികെ മടങ്ങുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയോട് തങ്ങൾ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിന് വേണ്ടി സമ്മതിച്ചിരുന്നില്ല. അതിന് പിന്നാലെ രാഹുൽ ഗാന്ധി വാഹനത്തിൽ കയറിയ ശേഷമാണ് ഇവർക്ക് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. രാഹുൽ ഗാന്ധി അത് കേൾക്കുകയും ചെയ്തു. നിങ്ങൾ ലാസ്റ്റ് എന്ന നിലയിൽ പറയുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾ ഉത്തരവാദിത്തം പാലിപ്പിച്ചു. പക്ഷെ വന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ വേറൊന്നുമില്ല, നാട്ടുകാർക്ക് രണ്ടുപേർക്ക് സംസാരിക്കാനുള്ളതെന്ന്. തീർച്ചയായും അത് പ്രധാനമായും രാഹുൽ ഗാന്ധിയോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള പ്രയാസവും ബുദ്ധിമുട്ടാണ് ഇവർ പങ്കുവെക്കുന്നത്. രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചിലർ രാഹുൽ ഗാന്ധിയോട് സംസാരിക്കാൻ വേണ്ടി തങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് രാഹുൽ ഗാന്ധിയോട് പറയുന്നുണ്ടായിരുന്നു. സുരക്ഷാ വലയത്തിനിടയിലൂടെയാണ് രാഹുൽ ഗാന്ധി വാഹനത്തിലേക്ക് കയറിപ്പോയത്. അതിനുശേഷം വാഹനത്തിൽ കയറിയ ശേഷം പക്ഷേ രാഹുൽ ഗാന്ധി 1-2 പേർ സാധാരണക്കാരായ ആളുകൾ വാഹനത്തിനടുത്തേക്ക് വരികയും തങ്ങൾ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന വന്യമൃഗാക്രമണവും അതിന്റെ ബുദ്ധിമുട്ടുകളും രാഹുൽ ഗാന്ധിയെ ഹിന്ദിയിൽ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും നാട്ടുകാർ പറയുന്ന കാര്യമുണ്ട്, ഇന്ന് 2-3 സംഭവങ്ങൾ അടിക്കടി ഉണ്ടായ സാഹചര്യത്തിൽ, അതായത് അജീഷിന്റെയും പോളിന്റെയും ലക്ഷ്മണൻ എന്ന് പറയുന്ന മറ്റൊരാളുടെയും ഒക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യം, കഴിഞ്ഞ 3 ആഴ്ചക്കിടെ 3 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സവിശേഷമായ സാഹചര്യം വയനാട്ടിലുണ്ട്. അങ്ങനെയൊരു സാഹചര്യം കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വന്നത്. ഇന്നലെ നടന്ന വലിയ പ്രതിഷേധങ്ങൾ കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നത്. അതിനപ്പുറത്തേക്ക് വയനാടൻ ജനത നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണങ്ങളുണ്ട്. തങ്ങളുടെ പശുക്കിടാക്കളും മറ്റുമൊക്കെ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്, കൃഷി നശിക്കുന്ന സാഹചര്യമുണ്ട്, ആളുകൾക്ക് നേരെ തന്നെ വലിയ തോതിൽ നിരന്തരം ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ളതിനൊരു ഭീകരാവസ്ഥ എന്താണ് എന്ന് രാഹുൽ ഗാന്ധിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അത് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് കഴിഞ്ഞില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ സാധാരണക്കാർ ഏതായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അവസാനം വാഹനത്തിൽ കയറിയ ശേഷം ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അത് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോളിന്റെ വീട്ടിലേക്ക് രാഹുൽ ഗാന്ധി മടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ബേലൂർ മക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമല ചാരഗത സ്വദേശി അജീഷിന്റെ വീട് സന്ദർശിച്ച ശേഷം ഇപ്പോൾ രാഹുൽ ഗാന്ധി MP പോളിന്റെ വീട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ്. വയനാട് പാക്കത്താണ് പോളിന്റെ വീടുള്ളത്. പോളിന്റെ വീട്ടിലെത്തിയ ശേഷം അവിടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മടങ്ങുക. പാക്കത്തെ പോളിന്റെ വീട്ടിൽ നിന്ന് അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ്, ഇപ്പോൾ അവിടേക്ക് രാഹുൽ ഗാന്ധി തിരിച്ചിട്ടുണ്ട്. എത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരുമെന്ന് കരുതുന്നു?